കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ സൗമ്യനായ മുഖം, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഗോഡ് ഫാദർ എന്ന് നമുക്ക് ബ്രില്യൻറ്റിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന NTZ എന്ന അപരനാമത്തിൽ ഇവിടെ അറിയപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ NT സക്കറിയ സർ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 58 വർഷത്തെ അധ്യാപന ജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു 25 വർഷമായിട്ട് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനോടൊപ്പമാണ് സാറിൻ്റെ അധ്യാപന ജീവിതം. അതിനു മുൻപ് സാർ ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു. അങ്ങനെ ഒത്തിരി അധികം വിശേഷങ്ങൾ നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചറിയാനായിട്ടുണ്ട്. സർ, 58 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയിട്ട്. ഈ പിന്നിട്ട വഴികളെപ്പറ്റി സാർ ഒന്ന് പറയാമോ? പറയാം. 1966 ജൂൺ 8-ാം തീയതിയാണ് ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ ഒരു അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്നത്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ. അതിന് മുമ്പ് ഞാനവിടെ സ്റ്റുഡൻറ്റുമായിരുന്നു. MSc ഒക്കെ അവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. 1966 മുതൽ 99 വരെ 31 വർഷം തുടർച്ചയായിട്ട്, മാക്സിമം 31 വർഷം ഒരു അധ്യാപനം കിട്ടുള്ളൂ. 31 വർഷം അവിടെ കെമിസ്ട്രി അധ്യാപകമായിരുന്നു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവിടുന്ന് 99 മെയ് 31-ാം തീയതി റിട്ടയർ ചെയ്തു. റിട്ടയർ കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി തന്നെ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോഴൊന്നും സർവീസ് ബ്രേക്ക് വന്നു എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും റിട്ടയർ ചെയ്യാത്തൊരു ഫീലിംഗ് ആണ് ഇപ്പോഴും എനിക്കുള്ളത്. കാരണം ബ്രേക്ക് വന്നില്ല, കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഇപ്പം അന്ന് 99 മുതൽ ഇപ്പം 2024 ആയില്ല, 25 വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഈ ജൂൺ 1-ന്. അങ്ങനെ മൊത്തം ടീച്ചർ പറഞ്ഞ പോലെ 58 വർഷം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻറ്റിലെ സാറിന് ഒരു ജൂബിലി വർഷമാണ് അല്ലേ? 25 വർഷം സാർ കംപ്ലീറ്റ് പറയാം. അപ്പോൾ സാർ ഇപ്പം ആ പിന്നിട്ട വഴികൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സാറ് 2 തരത്തിലുള്ള അധ്യാപനമായിരുന്നു. അതായത് കോളേജിലെ നമ്മൾ ടീച്ചിങ് മെത്തേഡും അതുപോലെ തന്നെ ഇവിടെ ബ്രില്യൻറ്റിലേക്ക് വന്നപ്പോഴത്തേക്കുള്ള ടീച്ചിങ് മെത്തേഡും അതിലുള്ള വ്യത്യാസം ഒന്ന് പറയാം. അത് കോളേജിലെ പഠിപ്പീരും ഇവിടുത്തെ പഠിപ്പീരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവിടുത്തെ ക്വസ്റ്റ്യൻസും ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്, ഇവിടെ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവിടെ ക്ലാസ് പോകുന്നത്. അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിള്ളേർക്കറിയാം, റൈറ്റ് ആൻഡ് എസ്സേ ഓൺ, റൈറ്റ് ആൻഡ് നോട്ട് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാൻ പഠിച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി. അതിപ്പോൾ പിള്ളേരെ ചോദിക്കാതെ ചിലപ്പോൾ ചില കുട്ടികൾ എഴുതി വെക്കും. ചിലപ്പം അത് ശരിയാണെങ്കിൽ ചിലപ്പോൾ അരമാർക്കോ ഒറ്റോ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ കുറിക്കുള്ളുന്ന ചോദ്യങ്ങളാണ് ഓരോന്നും. ഒന്നെങ്കിൽ ഫുൾ മാർക്ക്, അല്ലെങ്കിൽ നെഗറ്റീവ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതും. അപ്പോൾ ആ രീതിയിലാണ് മൊത്തം നമ്മൾ ക്ലാസ് ഒന്ന് ഒരു ടോപ്പിക്ക് പറയും. അത് കഴിഞ്ഞ് വെച്ചിട്ട് കുട്ടികൾ, ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്, കുട്ടികളെ കൊണ്ട് തന്നെ ആൻസർ ഇങ്ങോട്ട് പറയിപ്പിക്കുകയാണ്. ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ചാപ്റ്ററിലും 10, 60, 10, 80 ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ പറ്റി മൊത്തം ക്ലാസ് എടുത്തിട്ട് പിന്നെ ഓരോ ക്വസ്റ്റ്യനും ഇവിടെ ഈ പുസ്തകം ഇരിപ്പുണ്ട്, അത് അവരോട് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പറയിപ്പിക്കുക ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും. നമ്മൾ ക്ലാസ് നന്നായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ പറയും. അവർ പറയാതിരുന്നാൽ വീണ്ടും അത് ഒന്നുകൂടെ പറയും. അപ്പം മിക്കവാറും എല്ലാ കുട്ടികളും പറയും. അത് പിന്നെ ഡിപ്പെൻസ് ഓരോരുത്തരുടെയും ബുദ്ധിശക്തിയും കഴിവിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. എല്ലാ കുട്ടികളും ഇപ്പോൾ 100 പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് മനസ്സിലാക്കിയെന്ന് വരികയില്ല. ഏതായാലും അവിടുത്തേതും ഇവിടുത്തേതും തമ്മിലുമായിട്ട് അവിടെ ക്ലാസ് എടുത്ത് നമ്മൾ കുട്ടികളെ നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാനൊക്കെയല്ല മനസ്സിലായോ എന്നൊന്നും. ഇവിടെ ഓരോരുത്തർക്കും മനസ്സിലായോ എന്നുള്ളത് നമുക്ക് അവൻ്റെ ആൻസർ കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ കുട്ടികളെ കൊണ്ട് മിക്കവാറും ആൻസർ ഇങ്ങോട്ട് പറയിപ്പിക്കുക ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ തമ്മിലുള്ള വ്യത്യാസം. അവിടെ ക്ലാസ് കഴിഞ്ഞ് അങ്ങ് പോകും. ഇവിടെ കുട്ടികളെ കൊണ്ട് ആൻസർ പറയിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അപ്പം സാർ ഇപ്പം ബ്രില്യൻറ്റിൽ തന്നെ 25 വർഷമായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല തലമുറകളിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 2-3 മാസം മുമ്പ് 3 പേര് എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. ആ 3 പേര് ഒരാൾ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്നെ ഒരു 10-17 വയസ്സേ ഉള്ളൂ. കൂടത്തിൽ വന്ന് അവൻ്റെ അപ്പനാ. അയാൾ BScക്ക് എൻ്റെ സ്റ്റുഡൻ്റാണ്. പിന്നെ കൂടത്തിൽ വന്ന് അവൻ്റെ വല്യപ്പനാ ആ പയ്യൻ്റെ. പുള്ളി MScക്ക് എൻ്റെ സ്റ്റുഡൻ്റാണ് സെൻറ് തോമസ് കോളേജിൽ. അപ്പോൾ അപ്പനും മകനും മകൻ്റെ മകനും ഇപ്പം 3 തലമുറ. വലിയ സന്തോഷത്തിലാണ് അവർ വന്നത്. ഞാനവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. എങ്കിലും എന്നെ ഫോണിൽ വിളിച്ച്, ഞാൻ എറണാകുളത്ത് ഞാനും വൈഫും കൂടെ ഒരു കാര്യത്തിന് വേണ്ടി മോളുടെ വീട്ടിൽ വരെ പോയതായിരുന്നു. ആയാലും പേര് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പൻ്റെ വല്യപ്പനെ എനിക്ക് നന്നായിട്ട് അറിയാം, മറ്റവനെ അറിയാം. ഈ കൊച്ചനെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അവനെ ഇവിടെ ഒന്ന് ചേർന്ന് അവൻ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് അവർ വന്നത്. അപ്പം 3 തലമുറയെ പഠിപ്പിക്കാനുള്ള ഒരു
ഭാഗ്യം എന്ന് വേണേൽ പറയാം അല്ലേ? ശരിക്കും ഒരു കോയിൻസിഡൻസ് ആണ്. അതൊരു കോയിൻസിഡൻസ്. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഈ 3 തലമുറ വന്നിട്ടുണ്ടെന്നുള്ളത്. 2 തലമുറ എനിക്ക് പലരെ അറിയാം. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിന്റെ പല പിള്ളേരും ഇവിടെയുണ്ട്. അന്ന് സാർ ഇവിടെ ബ്രില്യൻറ്റിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു സൗഹൃദ വലയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരുന്നു, വളരെ അടുപ്പം എല്ലാവരുമായിട്ടും ഉണ്ട്. ഇന്നിപ്പം ടീച്ചേഴ്സിന്റെ എണ്ണം വളരെ കൂടി. ഞാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ 10 പേര്. ഇപ്പം അച്ചുവാൻ സാർ ഉണ്ടായിരുന്നു, ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി എടുക്കും. കെ വി അബ്രഹാം സാറ് ഫിസിക്സ്, പിന്നെ കെ എൻ ഗോപാലകൃഷ്ണൻ സാറ് ബോട്ടണി, അങ്ങനെ തെല്ലി സാറ് ബോട്ടണി. തെല്ലി സാർ ഇപ്പം വരുന്നില്ല, ഞാനൊരു 5-8 കൊല്ലമായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു സെറ്റ്. കെ ജെ എസ് കറിയ സാർ, അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അത് കെ എസ് കറിയ സാർ എൻ്റെ ഗുരുവും കൂടിയാണ്, സഹപ്രവർത്തനമാണ്. സെൻറ് തോമസ് കോളേജിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1963 ഞാൻ BSc പഠിക്കുന്ന കാലത്ത് അന്നൊക്കെ അദ്ദേഹം അവിടെ ഹെഡ് ഓഫ് അധ്യാപകനുമാണ്, ഞാൻ അവിടെ സ്റ്റുഡൻറ്റുമാണ്. അത് കഴിഞ്ഞ് ഞാൻ MSc എല്ലാം പാസ്സായി കഴിഞ്ഞ് 66 മുതൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10-20 കൊല്ലമെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ആദ്യം റിട്ടയർ ചെയ്തപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നു, ബ്രില്യൻറ്റ് വന്നു. ഒരു 5-8 കൊല്ലം കഴിയുമ്പോൾ പുറകെ ഞാനും ഇവിടെ വന്നു. അങ്ങനെ അന്ന് വരുമ്പോഴത്തെ ഏറ്റവും സീനിയർ മോസ്റ്റാണ് KS സാറ്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു 5-8 പേര് വലിയ സൗഹൃദ വലയവും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുപ്പവും എണ്ണത്തിൽ വളരെ കുറവായതുകൊണ്ട് അപ്പോൾ 10 എന്നുള്ളത് 700 വർദ്ധിച്ചു. കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ. ഞാനിവിടെ വരുന്ന കാലത്ത് CT കൊട്ടാരം കോളേജ് എന്ന് പറഞ്ഞ് ഇവിടെ നാരായണാപുരത്ത് അവിടെ ഒരു 1000-ൽ താഴെ കുട്ടികളെ അന്നുള്ളൂ. 25 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ്. ഇന്നിപ്പം അത് മൊത്തം എത്ര? ഇന്ന് ഇവിടെ തന്നെ മുതൽ ക്യാമ്പസിൽ തന്നെ ഒരു 10,000-ന് മുകളിലുണ്ട്. ഇതുപോലെ 8 സെൻ്ററുണ്ട്. പിന്നെ ഓൺലൈൻ വേറെ ഉണ്ട്. അപ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. അതാണ് ഇന്നത്തെ വളർച്ച. അത്ര വലിയ റിസൾട്ടും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പോൾ എല്ലാവരെയും വ്യക്തിപരമായിട്ട് എല്ലാ സാറന്മാരെയും അറിയാമെന്ന് അവകാശപ്പെടാൻ പറ്റിയല്ല. പക്ഷേ സീനിയേഴ്സിനെ എല്ലാം കൃത്യമായിട്ട്, സീനിയേഴ്സിനല്ല എല്ലാവരുമായിട്ട് സൗഹൃദങ്ങളുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എണ്ണം വളരെ കൂടി, കുട്ടികളുടെ എണ്ണവും കൂടി, അധ്യാപകരുടെ എണ്ണവും പ്രൊപ്പോഷണലായിട്ട് കൂടി. അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മളുടെ വ്യത്യാസം. അതാണ് സാർ നമ്മുടെ ഓൺലൈൻ ബാച്ചുകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് പാൻഡമിക്കിന്റെ സമയത്താണ് നമ്മൾ ഓൺലൈൻ നമ്മൾ തുടങ്ങുന്നത്. അപ്പം ആ ഒരു സമയത്തിന് ശേഷം, അതായത് കോവിഡിന് ശേഷമുള്ള ബ്രില്യൻറ്റിൻ്റെ ഒരു വളർച്ച സാർ എങ്ങനെ നോക്കിക്കാണും? വാസ്തവം പറഞ്ഞാൽ വളർച്ച എന്ന് പറയുന്നത് മുത്തോലി ക്യാമ്പസ് വന്നേ പിന്നെയാണ് ശരിക്കുമുള്ള ആ കുതിച്ചു കയറ്റം. കൊട്ടാരം ക്യാമ്പസിൽ നിന്ന്, കൊട്ടാരം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ CT കൊട്ടാരം കോളേജിൽ ഭയങ്കര വളർച്ചയായിരുന്നു. പിടിച്ചാൽ കിട്ടിയാലാത്ത രീതിയിലാണ് അങ്ങ് വളർന്ന്. റിസൾട്ടും അതുപോലെ അങ്ങ് മെച്ചമായി. പിന്നെ കോവിഡ് കാലത്ത് ഞങ്ങളിവിടെ വന്ന് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഒരു കൊല്ലത്തേക്കൊരു അല്പം ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടായി, ഇല്ലെന്ന് പറയാനൊക്കെയല്ല. എങ്കിലും ബ്രേക്കൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുതിച്ചാട്ടമായിരുന്നു വേണേൽ പറയാം. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ലേണിംഗ് ആപ്പ് രംഗത്ത് വലിയ ഡെവലപ്മെൻറ്റ്സ് നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ പരീക്ഷാ നടത്തിപ്പ്, പിന്നെ പ്രത്യേകിച്ച് ലൈബ്രറി, ഇതെല്ലാം ഈ രംഗത്തെല്ലാം വലിയ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പിള്ളേർക്ക് വലിയ ഗുണം ചെയ്തിട്ടുമുണ്ട്. അത് ശരിക്കും വ്യത്യാസം വന്നത് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതെ, നമ്മുടെ ആ ഒരു ഓൺലൈൻ ഫെസിലിറ്റീസ് നമ്മൾ എല്ലാ രീതിയിലും എല്ലാവർക്കും ആക്സസിബിൾ ആക്കിയ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു നമ്മുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലേണിംഗ് ആപ്പ് നമ്മുടെ മുൻ വർഷങ്ങളിലുള്ള കുട്ടികളെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് പലപ്പോഴും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലെക്ചേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് തുടങ്ങിയ എല്ലാത്തിനുമുള്ള അവരുടെ ഒരു പ്ലാറ്റ്ഫോമായിരുന്നു നമ്മുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പം സാർ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിനുള്ള ഇമ്പോർട്ടൻസും കൂടെ സാർ ഒന്ന് പറയാമോ? ഡൗട്ട് ക്ലിയറൻസ് കുട്ടികൾ നേരിട്ട് ചോദിക്കുന്നത്, അത് ഞങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് തന്നെ ചോദിക്കാം. ചില കുട്ടികൾക്ക് മടിയുണ്ടായിരിക്കും. 10-100 പിള്ളേർ ഇരിക്കുന്നിടത്ത് എഴുതിയിട്ട് അങ്ങനെയുള്ളവർക്ക് സ്റ്റാഫ് റൂമിൽ വന്ന് ചോദിക്കാം. ഈ ക്യാമ്പസിനകത്ത് എവിടെ വെച്ച് കണ്ടാലും ചോദിച്ചോളാൻ ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർ ചോദിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൊഫസേഴ്സും എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അത് പല രീതിയിലാണ്. നമുക്ക് ക്ലാസ്സുകളിൽ ഇതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് പ്രൊഫസേഴ്സ് റൂമിൽ വന്ന് പേഴ്സണലി ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ത്രൂ ഫോൺ കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പം ഇതിനെല്ലാം പുറമെ നമുക്ക് ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പോൾ ലേണിംഗ് ആപ്പ് വഴിയും നമുക്ക് ഇവർക്ക് ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യും. ആൻഡ് വിത്തിൻ അവേഴ്സ് നമ്മൾ ആ പറയുന്ന ഡൗട്ട്സ് കുട്ടികൾക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രില്യൻറ്റിൻ്റെ ഒരു സക്സസ് മന്ത്ര എന്താണെന്നാണ് സാറിൻ്റെ?
ഒരു എന്താണെന്ന് ചോദിച്ചാൽ കഠിന പ്രയത്നം. അതെല്ലാവരും ഉദ്ദേശിച്ചാണ്, ഡയറക്ടേഴ്സ് മുതൽ സെക്യൂരിറ്റി വരെ ഒറ്റപോലെ. ഇവിടെ എനിക്ക് വളരെ ഇവിടെ ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു നോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഞാൻ കൈകൊണ്ടങ്ങ് എഴുതി കൊടുത്തിട്ട് കമ്പ്യൂട്ടർ റൂമിൽ കൊണ്ടുപോയി നാളെ കാലത്ത് ഇതിൻ്റെ പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞാൽ റെഡിയാണ്. അതാണ് അത് ഒരു സ്ഥാപനത്തിലും അത്രയും നടക്കും. അത് വേറെ ആരെയും ശ്രമിക്കേണ്ട കാര്യമില്ല. ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് അവിടെ ആ കമ്പ്യൂട്ടർ എനിക്ക് അനുഭവം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവർ അത്ര സഹകരണമാണ്. അത് നമുക്ക് പിറ്റേ ദിവസം കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ടൈം ടേബിളിൻ്റെ ഇടുന്ന അവിടുത്തെ സ്റ്റാഫ് അതൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞാലും മതി, ഇതൊക്കെ പിറ്റേ ദിവസം കാലത്തെ എനിക്ക് അതിൻ്റെ കീയും അതെല്ലാം കൂടി ഇനി വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പ്രയാസവും ഇല്ല. അതാണ് അതിൻ്റെ സക്സസ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് ടീച്ചേഴ്സും പിന്നെ ഈവൻ ഏത് കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാഫ്, വണ്ടി കാർ ഡ്രൈവേഴ്സ്, ഇപ്പോൾ ഒരു സെക്കൻഡ് വെച്ച് മൂന്നാമത്തെ എത്തിക്കണം, അല്ലെ ഏറ്റുമാനൂർ എത്തിക്കണം, അല്ലെ എറണാകുളത്ത് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവർ പോയിരിക്കും. അതാണ് ആ ടീം സ്പിരിറ്റ്. പിന്നെ ഡയറക്ടേഴ്സ് എബവ് ഓൾ, ഇതിൻ്റെ എല്ലാം ഉപരി അവരാണെങ്കിലും വളരെ സഹകരണവും ഏതാണ്ട് ഒരു കുടുംബം പോലെയാണ്, അല്ലാതെ ഒരു ഡയറക്ടർ അധ്യാപക ബന്ധം അല്ല, ഒരു ഫാമിലി പോലെ തന്നെ. എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറയാറുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിനോട് പറയാം, അവരത് പരിഹരിച്ചിരിക്കും. അതായത് ശരിക്കും ആ ഒരു ടീം ബ്രില്യൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. ബ്രില്യൻറ്റിൻ്റെ ആ ഒരു തുടക്ക കാലഘട്ടം മുതലല്ലേ ബ്രില്യൻറ്റിൻ്റെ ആ ഒരു വളർച്ച ഇങ്ങനെ കണ്ടുവന്നതാണ്. അതെ, അതങ്ങ് വളർന്നിപ്പം അതെ, ആ ഒരു ഗോൾഡൻ ടൈം ഒക്കെ നല്ല ഭംഗിയായിട്ട് സാറ് കണ്ടത്. ഓരോ വർഷവും റിസൾട്ട് മെച്ചമായിട്ട് വരിക. ഇപ്പൊ തന്നെ ഈ വർഷത്തെ നമുക്കറിയാം 720 മേടിച്ച 4 കുട്ടികളുണ്ട്, ആദ്യത്തെ സംഭവം. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികളാണ് ക്വാളിഫൈഡ് ആയിട്ട് പോകുന്നത്. എത്ര ആയിരം ഒന്ന് നോക്കിയാൽ മതി, ആയിരക്കണക്കിന് ഞാൻ പറഞ്ഞ. അപ്പോൾ അത്രമാത്രമാണ് വളർച്ച. അതെ, ബ്രില്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടൊരു മറക്കാനാവാത്ത അനുഭവം മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് പോയ സ്റ്റുഡൻസ്, കൊച്ചു പിള്ളേർ, ഇപ്പം FRCSകാരുണ്ട്, MDക്കാരുണ്ട്, അവരെല്ലാം ഈ കേരളത്തിലൊക്കെ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ അസുഖമായിട്ടോ അല്ലെ വേറെ ആരെങ്കിലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഡോക്ടർ നമ്മളെ കാണും. ആ ഒരു ഗുണം അവർ മറക്കാനാത്ത അനുഭവം. എവിടെ ചെന്നാലും നമുക്ക് ആളുണ്ട്, ഡോക്ടർമാരുണ്ട് ഇഷ്ടം പോലെ. അത് വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണെന്ന് വിചാരിക്കണം. കാരണം 25 കൊല്ലം എന്ന് പറയുമ്പം 99 ഇവിടെ പഠിച്ച സ്റ്റുഡൻറ്റ് 4 കൊല്ലം കഴിയുമ്പോൾ അവൻ ഡോക്ടറായി. അത് കഴിഞ്ഞ് അവൻ MDയും പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെ എടുത്ത് വലിയ വൻതോക്കുകളാണ് ഇപ്പം ഈ രംഗത്ത് ഇരിക്കുന്നവർ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം നമ്മൾ പഠിപ്പിച്ച പിള്ളേർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അതികവിഞ്ഞൊരു അധ്യാപകർക്ക് മാത്രമുള്ള ഒരാളാണ്. സാലറിയൊക്കെ കിട്ടും, അതൊക്കെ ശരി. അതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ഏറ്റവും സന്തോഷം തോന്നുന്ന അന്നേരം. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മളോട് സാറേ ഇന്ന പോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അത് അന്നേരം ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്, അതാണ് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒന്ന് വെച്ചെങ്കിലും ഉണ്ടാകുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പം ഈ ഡോക്ടർമാരെല്ലാം എവിടെയെങ്കിലും വെച്ച് കാണും. അതാണ് ഒരു മറക്കാനാകാത്ത അനുഭവം. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ട്രോങ് പില്ലേഴ്സാണ് നമ്മുടെ ഡയറക്ടേഴ്സ്. അപ്പം നമ്മുടെ ഡയറക്ടേഴ്സിനെ പറ്റി ഒന്ന് പറയാമോ? ഡയറക്ടേഴ്സിനെ പറ്റി ഇപ്പം പറയുകയാണെങ്കിൽ 3 പേര് എൻ്റെ അയൽക്കാരാണ്. ജോർജ് സാറും സ്റ്റീഫൻ സാറും സെബാസ്റ്റ്യൻ സാറും തൊട്ട അയൽക്കാരാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററിനകത്താണ് ഈ 3 പേരും താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. കാരണവന്മാർ മുതലേ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ഒക്കെയാണ്. ഞങ്ങളായപ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ ദൃഢമായി. നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴേ ഇങ്ങോട്ട് പോരെ, വേറെ എങ്ങും പോകണ്ട. അതിൽ ഞാൻ അതുപോലെ തന്നെ ഇനി പോരുകയും ചെയ്തു. പേഴ്സണലായിട്ട് പറയുമ്പോൾ 3 പേര് തൊട്ട അയൽക്കാരാണ്. പിന്നെ സന്തോഷ് സാറ് അങ്ങനെ മരങ്ങാട്ടുള്ളിയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. 4 പേരും വലിയ സഹകരണത്തിലാണ്, സ്നേഹത്തിലാണ്, സൗഹൃദത്തിലാണ്. സാറിൻ്റെ കുടുംബത്തെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും, അത് ഒന്ന് പറയാമോ സാർ? എൻ്റെ കുടുംബത്തെ പറ്റിയോ? അതെ. എനിക്ക് 4 കുട്ടികളാണ്.
പിള്ളേർ മക്കൾ 4 പേരും പെൺപിള്ളേരാണ്. അതിൽ മൂത്ത മകള് ഇപ്പം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അഡീഷണൽ ജനറൽ മാനേജറാണ്. അവളിപ്പോൾ സർവീസ് കയറി തന്നെ അവൾക്ക് 50 വയസ്സിന് മുകളിലുണ്ട്. ഇപ്പം ഒരു 10-30 വർഷമായിട്ടുണ്ട്. BSc കഴിഞ്ഞ് BSRBയുടെ ടെസ്റ്റ് എഴുതി ഓഫീസറായിട്ട് കയറിയതാണ്. അവളിപ്പം പ്രൊമോഷൻ വഴി അഡീഷണൽ ജനറൽ മാനേജറായിട്ട് എറണാകുളം റീജിയൻ്റെ ചാർജാണ്. എറണാകുളത്താണ് വീട് വെച്ച് താമസിക്കുന്നത്. അവൾക്ക് 3 കുട്ടികളുണ്ട്. അതിൽ എൻ്റെ മകളുടെ മോളിപ്പോൾ CA പാസ്സായി കഴിഞ്ഞു. പിന്നെ അവളൊരു സ്കൂളിലൊക്കെ പഠിക്കുന്നു. അതാണ് മൂത്ത മകള്. രണ്ടാമത്തെ മകള് അവൾ അൽഫോൻസ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നു. BScക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ BSc ആയില്ല. അതിനു മുമ്പ് തന്നെ BSRB ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അന്ന് പരീക്ഷ എഴുതി. ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ എഴുത്തിന് തന്നെ കിട്ടി. അന്ന് അവൾക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ 18 വയസ്സിൽ ജോലി കിട്ടി. അപ്പോൾ അപ്പോൾ എനിക്കൊരു വലിയ സംശയം തോന്നിയതാണ്, പിന്നെ പഠിപ്പിക്കാൻ വിടണോ ജോലി. അന്നേരം പലരും പറഞ്ഞു ജോലി കിട്ടുകയല്ലേ, അത് കളയണ്ട. അപ്പോൾ അതുകൊണ്ട് ബാങ്കിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ചു. അവൾ ഡിഗ്രി എടുക്കുകയും ചെയ്തു. കാരണം പ്രൊമോഷൻ ആണെങ്കിൽ ഡിഗ്രി വേണമെന്നുണ്ട്. അവൾ യൂണിയൻ ബാങ്കിലാണ് ഇപ്പം. യൂണിയൻ ബാങ്ക് ഇപ്പം ചീഫ് മാനേജറാണ് കോഴിക്കോട് റീജിയനിൽ. രണ്ടാമത്തെ മോള്. പിന്നെ അവർക്ക് 4 പിള്ളേരാണ്. അവരിൽ 1-2 പേര് MBA ഉണ്ട്. അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ജോലിക്കാരാണ്. പിന്നെ മൂന്നാമത്തെ മോള് അവൾ കെമിസ്ട്രി MSc പാസ്സായി കഴിഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡ് IT ഫീൽഡിൽ സ്വന്തമായിട്ട് IT കമ്പനി നടത്തുക. ഇപ്പോൾ അവളും അതിന് സഹായിക്കുന്നുണ്ട്. അവൾ പാലായിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഇവിടെ 2 പേരും കൂടി IT കമ്പനി നടത്തുകയാണ്. മൂന്നാമത്തെ മോൾ അവൾ MSc ഫസ്റ്റ് ക്ലാസ്സിൽ ആണ് പാസ്സായത്. MSc ജോലിക്കൊന്നും പിന്നെ പോയില്ല. ഈ IT കമ്പനി കൂടി ഇപ്പോൾ 2 പേരും കൂടെ ഓൺലൈനാണ് വീട്ടിൽ തന്നെ അത് നടത്താം. നേരത്തെ ബാംഗ്ലൂരായിരുന്നു. നാലാമത്തെ മോള് അവൾ ഇവിടുത്തെ സ്റ്റുഡൻറ്റാണ്. ഒരു 10-15 കൊല്ലം മുമ്പ് ഇവിടെ പഠിച്ചിരുന്നിട്ട് എഞ്ചിനീയറിങ്ങിന് CETയിൽ അഡ്മിഷൻ കിട്ടി. BTech പാസ്സായി. BTech പാസ്സായി കഴിഞ്ഞിട്ട് IBMൽ ജോലി ചെയ്യായിരുന്നു ബാംഗ്ലൂർ IT കമ്പനിയിൽ. അന്നേരം ഒരു എറണാകുളത്ത് നിന്ന് ഒരു കല്യാണം വന്നു. അപ്പോൾ ആ കല്യാണം നടത്തി. ഹസ്ബൻഡ് ബാങ്ക് ഓഫ് അമേരിക്കയിൽ UK ജോലിയായിരുന്നു. അതുകൊണ്ട് അവളിവിടെ അങ്ങോട്ട് പോയി. അവളവിടെ ഒരു IT കമ്പനി ജോലിയാണ്. ഹസ്ബൻഡ് ബാങ്ക് ഓഫ് അമേരിക്കയിലും ജോലിയാണ്. അങ്ങനെ 4 പിള്ളേരാണ്. ഒരാൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഒരാൾ യൂണിയൻ ബാങ്ക്, ഒരാൾ IT പ്രൊഫഷണൽ. പിന്നെ IT പ്രൊഫഷണൽ, ഹസ്ബൻഡ് ബാങ്ക് ഓഫ് അമേരിക്കയിൽ. പിന്നെ മകളുടെ ഭർത്താക്കന്മാർ 2 പേര് ചാർട്ടേഡ് അക്കൗണ്ടൻസാണ്. ഒരാൾ MTech, ഒരാൾ MBA. അങ്ങനെയാണ് 4 പേരും. സാറിൻ്റെ വൈഫ് പ്രത്യേക ജോലിയൊന്നുമില്ല, വീട് ഹൗസ് വൈഫാണ്. സാറിന് 58 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്. ഇവിടെ കോളേജിൽ 33 ഇയേഴ്സ്, അത് കഴിഞ്ഞ് ഇവിടെ ബ്രില്യൻറ്റിൽ 25 ഇയേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ ഒരിക്കൽ പോലും സാറ് വളരെ ഡൗൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടാണ് സാറിന് നമ്മൾ കണ്ടിട്ടുള്ളത്. സാർ, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഈ പഠിപ്പീര് തന്നെ. ഈ അധ്യാപക വൃത്തി തനി മലയാളത്തിൽ പറഞ്ഞാൽ വാദ്യാർ പഴയകാലത്തെ ഒരു ഭാഷ ഉപയോഗിച്ചെന്നുള്ളൂ കേട്ടോ. അത് തന്നെയാണ്. ഞാനിപ്പം വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പം അവിടെ ഇരുന്ന് പോവുള്ളൂ. ഇത്ര ആരോഗ്യമൊന്നും വലിയ ആരോഗ്യം ഉണ്ടെന്നല്ല പറഞ്ഞത്, എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് വലിയ രോഗങ്ങളൊന്നുമില്ല. പിന്നെ എപ്പോഴും ഈ അന്ന് പോലെ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാൽ റിട്ടയർ ചെയ്ത ഫീലിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ രാവിലെ എന്നും ക്ലാസ്സിൽ പോരുമ്പോഴാണെങ്കിൽ ഇന്നും 25 കൊല്ലം ആയെങ്കിലും ഒരു കുറേ സമയം പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പോരാറുള്ളൂ. അത് രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ രാത്രിക്ക് ഇരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് ക്ലാസ് വരുമ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ വേണം. പിന്നെ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പുതിയ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പിള്ളേർ എവിടെന്നെങ്കിലും പൊക്കിക്കൊണ്ട് വന്നാൽ കൊണ്ടുവന്ന് നമ്മൾ ആൻസർ പറയണമല്ലോ. അപ്പോൾ എപ്പോഴും തന്നെ വായന ഉണ്ടായിരിക്കും. അപ്പോൾ ബ്രെയിൻ എപ്പോഴും നല്ല ആക്റ്റീവാണ്. പല കാലഘട്ടത്തിലുള്ള കുട്ടികളെ കണ്ടു. അപ്പം അന്നത്തെ കുട്ടികളും ഇന്നത്തെ കുട്ടികളുമായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം സാറിന് തോന്നുന്നുണ്ടോ നമുക്ക് ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക്? അങ്ങനെ അന്നും ഇന്നും കുട്ടികൾ ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ കുട്ടികൾ നമ്മളോട് ക്ലാസ് എല്ലാം വളരെ നല്ല കോൺസെൻട്രേഷനോടെ ക്ലാസ് ഇരിക്കും. ഇന്നുള്ള കുട്ടികൾ അതിനേക്കാൾ ഇച്ചിരി കൂടിയിട്ടേ ഉള്ളൂ ക്ലാസ്സിൽ. കാരണം ഇവിടെ നമുക്ക് ക്ലാസ് കൺട്രോൾ ചെയ്യേണ്ട പ്രശ്നം വരുന്നേ ഇല്ല. അത് പണ്ടും അങ്ങനെയായിരുന്നു. ഇവിടെ വന്ന കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. കാരണം പഠിക്കുന്ന കുട്ടികളല്ലേ വരുന്നത്, അവർ പഠിക്കാൻ വരുന്നവരല്ലേ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കൺട്രോൾ ചെയ്യണം, പിന്നെ പഠിപ്പിക്കണം. ഇത് രണ്ടും നമ്മൾ ഒരേ സമയം ചെയ്യണം. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അത് പിടിക്കാൻ വേണ്ടി ഒരു ക്യാമറയും കൊണ്ട് വെച്ചോണ്ടിരിക്കുന്നവരായിരിക്കുന്നത്. പിന്നെ നമുക്കൊരു പ്രശ്നമില്ല.
അത് അന്ന് ഇന്ന് ഏതാണ്ട് ഒരുപോലെ. ഇപ്പൊ കുട്ടികൾ ഇച്ചിരി കൂടിയിട്ടേ ഉള്ളൂ അവരുടെ ക്ലാസ്സിലിരിക്കുന്നതിനുള്ള ആ കോൺസെൻട്രേഷനും താല്പര്യവും ഒക്കെ. ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് NT സക്കറിയ സാറിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഒത്തിരിയധികം കാര്യങ്ങൾ നമ്മളടുത്ത് സാറ് പങ്കുവച്ചു. ബ്രില്യൻറ്റിലെ സാറിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു, അതുപോലെ തന്നെ സെൻറ് തോമസ് കോളേജിലുണ്ടായിരുന്ന സാറിൻ്റെ കാലഘട്ടം, അങ്ങനെ പല അനുഭവങ്ങൾ സാറ് നമ്മളുമായിട്ട് പങ്കുവച്ചു. സർ, ഏറ്റവും ലാസ്റ്റായിട്ട് ഇനിയും നമ്മുടെ മുന്നേക്ക് വരുന്ന ഇനിയും പുതിയ കുട്ടികൾ നമുക്ക് ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പം ആ കുട്ടികൾക്കും അതുപോലെ തന്നെ മുന്നോട്ടുള്ള കുട്ടികൾക്കും സാറിൻ്റെ വക ഒരു വിഷ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ളത് അത് മനസ്സിലാക്കേണ്ടത് 35 വയസ്സും 40 വയസ്സും ആകുമ്പോഴല്ല, 16 വയസ്സ് മുതൽ അത് ശരിക്കും. അതുവരെ പള്ളിക്കൂടത്തിൽ പോയി പിള്ളേരങ്ങ് പൊക്കോട്ടെ. അത് കഴിയുമ്പം, അതായത് കോളേജിൽ വന്ന് കയറി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിരിക്കണം. അതാണ് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മുടെ അനുഭവത്തിൽ നിന്നല്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും നമുക്ക് 40 വയസ്സാകുമ്പോൾ. കാരണം നമുക്കൊരു ഉദ്യോഗവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചവരെല്ലാം വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു, നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ തോറ്റു എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. അന്നേരം മനസ്സിലാക്കിയാൽ പോരാ, ഇപ്പോഴേ അത് മനസ്സിലാക്കണം. അത് കേൾക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 16 വയസ്സിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. ഒരുപാട് കഴിഞ്ഞിട്ട് അത് അനുഭവത്തിൽ നിന്ന്, മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മുടെ അനുഭവത്തിൽ നിന്നല്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നഷ്ടം വന്നു കഴിഞ്ഞിരിക്കും. ഈ സൊസൈറ്റി എല്ലാം നമ്മൾ നോക്കണം, നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ നോക്കണം. പഠിക്കാത്തവൻ എന്തല്ല, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവൻ എന്ത് സംഭവിക്കുന്നു, അതിപ്പോഴേ മനസ്സിലാക്കുക. അത് നമ്മുടെ അനുഭവത്തിലല്ല, അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇത്രയും നല്ല ഉപദേശങ്ങൾ എന്ന് മാത്രം പറഞ്ഞ പോലെ അനുഭവ സമ്പത്താണ് ഇത്രയധികം വർഷത്തെ അധ്യാപന ജീവിതവും, അതുപോലെ തന്നെ ഇത്രയും കാലഘട്ടം ജീവിതം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ സാറ് നമുക്ക് പകർന്നു തന്ന കുറേയധികം നല്ല കാര്യങ്ങൾ. എല്ലാവർക്കും അത് മനസ്സിൽ കയറട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാറിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് ഒത്തിരി അധികം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.